നമ്മൾ ഒരുപാട് സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. സമ്പാദിച്ച് ഈ പൈസ ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുക്കാനായിരിക്കും യോഗം. ഒരു ഡോക്ടറുടെ മുമ്പിൽ രോഗിയായി എത്തുന്നതിൻ്റെ മുമ്പ് ഒരു എക്സർസൈസ് ചെയ്യാൻ നമുക്ക് തോന്നാറില്ല. ഒന്ന് നടക്കണം, അല്ലെങ്കിൽ ഒന്ന് ഓടണം, അല്ലെങ്കിൽ ഒരൽപ്പം ഒരു ഫിസിക്കൽ എക്സർസൈസ് എന്തെങ്കിലും ചെയ്യണം. ഇത് കേരളീയ ജനങ്ങൾക്ക് വലിയ കൗതുകമുള്ള വിഷയം പോലെയാണ്. പക്ഷേ ഡോക്ടർമാർ നടക്കണം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ സുബഹിക്ക് മുമ്പൊക്കെ പെണ്ണുങ്ങൾ പറഞ്ഞിട്ട് റോഡിലൂടെ നടക്കുന്നത് കാണാം. അത് ഏറ്റവും ഭയങ്കര ഡേഞ്ചറാണ്. നമ്മുടെ റോഡുകൾ വീതി കുറവുള്ളതാണ് ഒന്ന്. പിന്നെ വാഹനങ്ങളുടെ പുക, ആ കാർബൺ ഡൈ ഓക്സൈഡ്, ആ കാർബൺ നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലങ്സ്, ശ്വാസകോശങ്ങൾ നശിച്ചു പോകും. അത്രക്ക് കാർബൺ എമിഷൻ ഉള്ളതാണ് നമ്മുടെ നാടിലൂടെ പോകുന്ന ഈ ലോറികളും ബസ്സൊക്കെ. അതിൻ്റെ ഇടയിലൂടെ ഇപ്പം നമ്മൾ ഒരു ഭാഗത്ത് ഫാറ്റ് കുറക്കാൻ വേണ്ടി ഓടുമ്പോൾ പിന്നെ ശ്വാസകോശത്തിന് രോഗികളായിട്ട് മാറുകയാണ്. വണ്ടികൾക്ക് സൈഡ് കൊടുക്കാൻ സ്ഥലമില്ല, മനുഷ്യന്മാരെ കാണൂല, ലൈറ്റിങ്ങും പ്രോപ്പർ ലൈറ്റിങ് പോലും നമ്മുടെ റോഡുകളിലില്ല. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ക്യാമ്പസിൽ ആളുകൾക്ക് നടക്കാനുള്ള 400 മീറ്റർ ജോഗിംഗ് ട്രാക്ക് അദ്ദേഹം സംവിധാനിച്ചു എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. 1000-ഓളം ആളുകൾ ഈ സംവിധാനം ഓരോ ദിവസവും ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. വളരെ നല്ല കാര്യമാണ്. എല്ലാ പഞ്ചായത്തുകളിലും മിനിമം നമ്മുടെ മഹല്ലുകളിലെങ്കിലും ഇതുപോലെയുള്ള ഒരു സംവിധാനം നിർബന്ധമായും എല്ലായിടത്തും ഷോപ്പിംഗ് കോംപ്ലക്സുകൾ കെട്ടിപ്പൊക്കുകയാണ്. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു കിഡ്സ് ഏരിയ കണ്ടു. അപ്പം അതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കുട്ടികളെ ഈ മൊബൈലിൽ നോക്കിയിരിക്കുകയല്ലേ, അവർക്ക് മൊബൈൽ അഡിക്ഷൻ, സ്ക്രീൻ അഡിക്ഷൻ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ അവർക്ക് ഫിസിക്കൽ എന്റർടൈൻമെന്റ് വേണം. അതിനുള്ളൊരു സാഹചര്യം ഫ്രീ ആയിട്ട് ഒരു ഫീസും കൊടുക്കാതെ ഇവിടെ വന്ന് കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു. ഇതിക്കിനി തോന്നുന്നു ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു സ്വതക്കയും ദാനവുമാണ് ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഇതൊക്കെ. അതുകൊണ്ട് ഇത്തരം സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുകയെന്നും നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ നിർബന്ധമായിട്ടും രാത്രി ഭക്ഷണം 7 മണിക്ക് ശേഷം കഴിക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ 90% നമ്മുടെ രോഗങ്ങളും നിയന്ത്രിക്കാൻ പറ്റും. 7 മണിക്ക് ശേഷം പിന്നെ രാത്രി ഭക്ഷണം കഴിക്കല്ലേ. 5 മണി മുതൽ 7 മണി വരെയുള്ള മഗ്രിബ് കഴിഞ്ഞ തൊട്ടുടനെയുള്ള സമയം, ഇശാഇന്റെ മുമ്പ് രാത്രി ഭക്ഷണം കഴിക്കണം എന്നാ പറഞ്ഞത്. ഇതൊന്നും ആരും വാതിൽ പറയില്ല, നമ്മളൊക്കെ കേൾക്കുന്നില്ല, ശ്രദ്ധിക്കുന്നു. ആരോഗ്യത്തിന്റെ വിഷയത്തിൽ മാത്രം നമ്മളൊന്നും ചെയ്യൂല. വീട് ഉഷാറാക്കുന്നുണ്ട്, കച്ചവടം ഉഷാറാണ്, ജോലിയുണ്ട്, ഭക്ഷണങ്ങൾ വളരെ വിഭവ സമൃദ്ധമാണ്. നമ്മുടെ ആരോഗ്യമോ? ഒരു ദിവസം നമ്മൾ എത്രയാ നടക്കുന്നത്, എത്രയാ എക്സസൈസ് ചെയ്യുന്നത്? നടക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറയട്ടെ, ഇത് അതിൻ്റെ വേദിയല്ല, എന്നാലും പറയാം. നടക്കണമെന്ന് ഡോക്ടർമാർ പറയും. നമ്മൾ ഈ ചെരുപ്പിട്ട് നടന്നാൽ പ്രശ്നമാണ്. നടക്കണമെങ്കിൽ ജോഗിങ്ങിന്റെ പ്രത്യേക ഷൂകൾ തിരഞ്ഞെടുത്ത് വാങ്ങിക്കണം. ഇല്ലെങ്കിൽ കാലുമുട്ട് തേയ്മാനം വരും, ജോയിന്റുകൾക്ക് പെയിന് വരും. നമ്മുടെ റോഡിലൂടെ കല്ലിലൂടെ നടക്കുമ്പോഴേ സാധാ ചെരുപ്പിട്ട് നടന്നുകൂടാന്നാ. കാരണം ജോഗിങ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ സസ്പെൻഷൻ കാത്തു സൂക്ഷിക്കുന്ന ഷൂകൾ വാങ്ങിക്കണം. അത് മെഡിസിൻ വാങ്ങാൻ നമ്മൾ ചെലവഴിക്കുന്ന പൈസയെ താരതമ്യപ്പെടുത്തി നോക്കിയാൽ മരുന്ന് വാങ്ങിക്കാതെ രക്ഷപ്പെടാൻ കഴിയുന്ന നമ്മുടെ ആരോഗ്യത്തിനും നടത്തത്തിനും നല്ലതാണ്. വെറുതെ ചെരുപ്പിട്ട് നടക്കാൻ പറ്റില്ല. നടക്കുക എന്ന എക്സസൈസ് ചെയ്യണമെങ്കിൽ ജോഗിങ് ഷൂകൾ വേണം. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചെങ്കിലേ കാൽമുട്ട് വേദന ഇല്ലാണ്ടിരിക്കും. അപ്പോഴല്ലേ നിസ്കരിക്കാൻ പറ്റൂ, അപ്പോഴല്ലേ റുക്കൂയിലും സുജൂദിലും പോകാൻ പറ്റൂ, ബാക്ക് പെയിൻ വരാതിരിക്കും. സലുല്ലാഹൽ ആഫിയ. പുണ്യനബി തങ്ങളുടെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറിയിട്ട് കരഞ്ഞു വിതുമ്പി പറഞ്ഞ ഒരു ഹദീസുണ്ട്. ഇന്നി സമിഅ്തു ഹബീബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഫീ മഖാമി ഹാദാ. ഞാൻ നിൽക്കുന്ന മിമ്പറയുടെ ഈ 2ാമത്തെ പടിയിൽ ആണ്, 3ാമത്തെ പടിയിലേക്ക് കയറിയില്ല സിദ്ദീഖ് എന്നവർ റളിയല്ലാഹു അൻഹു, തഅദ്ദുബൻ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ 3ാമത്തെ പടിയിലാണ് നിന്നിരുന്നത്. തങ്ങളുടെ വഫാത്തിന് ശേഷം 2ാമത്തെ പടിയിൽ നിന്നുകൊണ്ട് സിദ്ദീഖ് എന്നവർ പറഞ്ഞു, ഈ മഖാമിൽ വെച്ചുകൊണ്ട്, ഈ സ്ഥലത്ത് വെച്ചുകൊണ്ട് എൻ്റെ ഹബീബ് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഫഖനഖതുഹുൽ അബ്റ. കണ്ണുനീര് കൊണ്ട്, സങ്കടം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റിയില്ല മഹാനവറുകൾക്ക്. വീണ്ടും പറഞ്ഞു, സമിഅ്തു ഹബീബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. വീണ്ടും കരഞ്ഞു. 3ാമത്തെ തവണ അങ്ങ് പറഞ്ഞൊപ്പിച്ചു. എൻ്റെ ഹബീബ് പറഞ്ഞു, സലുല്ലാഹൽ ആഫിയ. അല്ലാഹുവിനോട് ആരോഗ്യം ചോദിക്കണേ, ആരോഗ്യം ചോദിക്കണേ, ആരോഗ്യം ചോദിക്കണേ.
ഫഇന്നഹു ലം യുഅത അഹദുൻ ബഅദ തഖ്വല്ലാഹ്. അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന വലിയൊരു അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദീനീ ബോധമുണ്ടെങ്കിൽ പിന്നെ വേണ്ടത് ആരോഗ്യമാണ്. അതുണ്ടെങ്കിലല്ലേ ഏത് പ്രവർത്തനവും നടക്കൂ. ചാരിറ്റി ചെയ്യാൻ പറ്റൂ, ഇബാദത്ത് ചെയ്യാൻ പറ്റൂ, ഉംറക്ക് പോണ്ടേ, ഹജ്ജിന് പോണ്ടേ, യാത്രകൾ ചെയ്യണ്ടേ, ജനങ്ങൾക്ക് സേവനം ചെയ്യണ്ടേ, നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കേണ്ടേ. ഇതിനൊക്കെ ആരോഗ്യം വേണം. അതോ അള്ളാഹുവിനോട് ആരോഗ്യം ചോദിക്കണേ, ആഫിയത്ത് ചോദിക്കണേ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് സിദ്ദീഖ് എന്നവരുടെ ആദ്യത്തെ ഖുതുബയിൽ പറഞ്ഞ വാക്കാണത്. നോക്കണം, അന്ന് അവർക്കൊന്നും ബെല്ലി ഫാറ്റുകളൊന്നും ഇല്ല, കുടവയറില്ലാത്ത കാലമാണ്. പക്ഷേ ആഫിയത്തിനെ ചോദിക്കാൻ പറഞ്ഞു നബി തങ്ങൾ അന്നും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ മലയാളികളല്ലേ കേൾക്കുന്നത്, നിങ്ങളെങ്കിലും ലൈവ് കേൾക്കുന്ന ആളുകളുണ്ടായിരിക്കും. കേരളീയ സമൂഹത്തിൽ നമ്മൾ എന്തായാലും ഇറച്ചി മീനും ബിരിയാണിയും ഫാറ്റി ഫുഡുകളൊക്കെ തിന്നുന്നത്. രാത്രി ആ പരിപാടി അങ്ങ് നിർത്തിയാൽ 7 മണിയോടുകൂടെ വളരെ കനം കുറഞ്ഞ ഭക്ഷണം 7 മണിക്ക്, 7 മണി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സുബഹിയാകുന്നവരെ ഒരു കനമുള്ള ഭക്ഷണവും കഴിക്കാതിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരുപാട് രോഗങ്ങൾ ഇല്ലാതെയാവും. ഇനിയിപ്പോ പോയിട്ടുണ്ട് ഒരു പൊറാട്ടയും ഒരു ബീഫ് അടിക്കണ പരിപാടി. രാത്രി മുഴുവനും കളിച്ച് ടർഫുകളിൽ വിയർത്ത് കുളിച്ച് 3:30-4 മണിക്ക് തെരുവോരങ്ങളിൽ നമ്മുടെ കുട്ടികൾ പൊറാട്ടയും ഹെവി ഫാറ്റി ഫുഡുകളൊക്കെ അടിച്ചിട്ട് കിടന്നുറക്കും. സുബഹിന്റെ ഒരു അരമണിക്കൂർ മുമ്പ് കിടന്നുറങ്ങും ചെയ്യും. സുബഹില്ല, അതുവരെ ബേൺ ചെയ്ത കാലറി മുഴുവനും റീഗെയിൻ, അതിന്റെ ഡബിൾ ദേഹത്തേക്ക് അടിച്ചു കയറ്റിയിട്ട് ആ ചെയ്ത പണി മുഴുവൻ ബാത്തിലാക്കിയിട്ടാണ് പോയി കിടന്നുറങ്ങുന്നത്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? നമ്മുടെ മക്കൾ ഇത് നോക്കിയില്ലെങ്കിൽ ഇവിടെ രോഗികളുടെ എണ്ണം കൂടുകയാണ്. എണ്ണത്തിൽ ആളുകളുണ്ട്, പക്ഷേ ലാ തകാദു തജിദു ഫീഹാ റാഹില. തങ്ങൾ പറഞ്ഞു 100ഓളം ഒട്ടകങ്ങളുണ്ട്, പക്ഷെ യാത്ര ചെയ്യാൻ പറ്റിയ ഒരൊറ്റൊന്നതിലില്ല എന്ന് പറഞ്ഞ പോലെ ആയി പോകരുത്. അതുകൊണ്ട് സൂക്ഷിക്കണേ. സാന്ദർഭികമായും ഇത് അങ്ങനത്തെ ഒരു ഗ്രൗണ്ട് ആയതുകൊണ്ടും ഞാൻ ആ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് സൂചിപ്പിച്ചതാണ്. അള്ളാഹു നമുക്ക് ആഫിയത്ത് തരട്ടെ. ആഫിയത്ത് ചോദിക്കുമ്പോൾ അതിന്റെ അസ്ബാബുകളും അള്ളാഹുവിനോട് ചോദിക്കണം. അതിന്റെ സബബാണ് ഈ ഭക്ഷണ നിയന്ത്രണം. 1/3 കഴിക്കുക എന്ന് പറയുന്ന തങ്ങളുടെ ഹദീസുള്ള ആൾക്കാരാ നമ്മൾ. 1/3 കഴിക്കുക, വയറിന്റെ 1/3. അത് നിങ്ങൾ 4 പ്രാവശ്യം 5 പ്രാവശ്യം ഡെയിലി കഴിച്ചോളൂ, കുഴപ്പമില്ല. ഒറ്റയടിക്ക് വയറ് നിറക്കരുത്. കല്യാണങ്ങളൊക്കെ പോയി പൊട്ടിക്കുകയാണ് ആൾക്കാർ. വിളമ്പി തിന്നിട്ടേ ചോറൊക്കെ 5ഉം 10ഉം തവണയൊക്കെ അടിച്ചിട്ട് കല്യാണം പൊളിക്കുക. പിന്നെ വരുന്നവർക്ക് ചോറില്ല. എന്തേ? ആദ്യം വന്ന മഹാന്മാർ മുഴുവൻ അടിച്ച് തിന്നുപോയി. എന്തിനെ ഈ കാണിക്കുന്നത്? നമ്മുടെ വയറല്ലേ ഇത്. ഒരു ചാൺ വയറെന്നാ പറയാ. ഒരു ചാൺ, അത് വികസിക്കുന്ന സാധനമാണ്. ഒരു ചാൺ വയറിന് എത്ര വേണം? അതിന്റെ 1/3 നിങ്ങൾ കഴിക്കാവൂ എന്ന് നബി തങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അരിഭക്ഷണം കേരളത്തിന്റെ ജനങ്ങളുടെ ഒരു ശാപമാണ്. ഇഡ്ഡലിയും ദോശയും അപ്പവും പത്തിരിയും ചോറും എല്ലാം അതൊക്കെ ഗ്ലൂക്കോസാണ്. ഇതൊക്കെ ഷുഗർ അടിച്ചു കയറ്റുന്ന സാധനങ്ങളാണ്. അത് കുറച്ചിട്ട് വെജിറ്റബിൾസും അല്ലെങ്കിൽ സാലഡുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്കൊക്കെ ഒന്ന് മാറി ചിന്തിക്കണം. പച്ചയായ സാലഡ് നമ്മുടെ ഭക്ഷണത്തിന്റെ കൂടെ നിർബന്ധമായും, വെറും ഇറച്ചി മീനും അച്ചാറും തക്കാളിയും എന്താ പറയാ അതിലേക്കുള്ള വിഭവങ്ങളും പിന്നെ ഒരു പുഡിങ്ങിന്റെ ബാക്കിൽ വരാൻ, ഈ തിന്നതിന്റെ ഡബിൾ ഷുഗറാണ് അതിൽ. കല്യാണത്തിനൊക്കെ ഐസ്ക്രീമിന്റെ ഫ്രീ കൗണ്ടർ, കുട്ടികൾ അങ്ങനെ തിന്നുന്നു, വീണ്ടും വാങ്ങിക്കുന്നു, വീണ്ടും തിന്നുന്നു. ഒരു ഐസ്ക്രീമിന്റെ ചെറിയൊരു പാക്കറ്റ് നിങ്ങൾ കഴിക്കുന്നത് മിനിമം ഒരു 10 പ്ലേറ്റ് ചോറ് കഴിക്കുന്നതിന്റെ ഷുഗർ ആ ഒരൊറ്റ ഐസ്ക്രീം കിട്ടും. എന്തിന് നമ്മുടെ തടി നശിപ്പിക്കും? ഇത് അള്ളാഹു മേക്ക് ചെയ്ത സാധനമായത് കൊണ്ടായി കേടുവരാത്തത്. മനുഷ്യന്മാരുണ്ടാക്കിയതാണ് നമ്മുടെ വയറെങ്കിൽ എന്നോ അടിച്ചു പോയേനെ. അള്ളാഹുവിന്റെ മേക്കാണിത്, മെയ്ഡ് ബൈ അള്ളാഹ്. അതുകൊണ്ടൊരു 40-45 വയസ്സ് വരെയൊക്കെ പിടിച്ചു നിൽക്കും. പിന്നെ പറയും എന്നെ കൊണ്ട് വയ്യ. വെള്ളം കുടിക്കണില്ല. ആദ്യത്തെ വിഷയം അതാ. വെള്ളം കുടിക്കുന്നില്ല നമ്മള്. വെറും ചായ 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 ഇങ്ങനെ രാവിലെ കുടിച്ചോ, വൈകുന്നേരം ഒരു ചായയും കുടിച്ചേക്ക്. അതിന്റെ ഇടയിൽ സാധാ വെള്ളം. നമ്മുടെ കിണറുകൾ കണ്ടാമിനേറ്റഡ് ആവാൻ സാധ്യത കൂടുതലാ. അടുത്തടുത്ത് വീടുകളും അടുത്തടുത്ത് കിണറും അതിൻ്റെ അടുത്ത് പരിസരങ്ങൾ സെപ്റ്റിക് ടാങ്കുകളും വരുമ്പോഴേ ആ ടാങ്കുകളിൽ നിന്നൊക്കെ ഒരൽപ്പം ലീക്കേജ് മണ്ണിനുള്ളിലൂടെ കിണറുകളിലേക്ക് വരും. അതുകൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം. അത്തരം ശുദ്ധമുള്ള വെള്ളത്തിന് സാധ്യത കുറവാണെങ്കിൽ പച്ചവെള്ളം കുടിക്കുക എന്ന ശീലം കേരളത്തിലെ മനുഷ്യന്മാർക്ക് ഇല്ലാത്തൊരു പരിപാടിയാണ്. അത് എന്തൊരു മാനക്കേടാ. പക്ഷെ എനിക്ക് ജ്യൂസിനെ കുടിക്കാൻ പറ്റുമല്ലോ. പൊന്നു ചങ്ങാതി, ജ്യൂസിൽ എന്തായാലും മധുരമാ. 2 വെള്ള സാധനങ്ങൾ പോയിസൺ എന്നാ പറയാ. ഒന്ന് വെള്ള പഞ്ചസാരയും പിന്നെ വെള്ള നിറമുള്ള ഉപ്പും. കല്ലുപ്പ് കുഴപ്പമില്ല,
അല്ലെങ്കിൽ ശർക്കരക്ക് കുഴപ്പമില്ല. പക്ഷെ ഈ വൈറ്റ് നിറം കാണിക്കുന്ന ഈ പഞ്ചസാര പോയിസനാണ്. ഇത് എത്രയാ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ നിർത്താൻ പറ്റുന്നുണ്ടോ? അത് നിർത്തുക. വല്ല ശർക്കരയോ അല്ലെങ്കിൽ മധുരമില്ലാതെയോ കഴിക്കാൻ ശീലിക്കുക. എനിക്ക് തോന്നുന്നു നിസ്കരിക്കണം, നോമ്പ് വെക്കണം എന്നൊക്കെ പറയുമ്പോഴേ ഈ ആരോഗ്യത്തിന്റെ ടിപ്സുകളൊന്നും ഇല്ലാതെ പിന്നെ എങ്ങനെ നമ്മളിതൊക്കെ ചെയ്യാം? അതുകൊണ്ട് നമ്മുടെ ഇബാദത്തിന് ലാസ്യമായി വരുന്ന സംഗതിയാണ് ആരോഗ്യം. അതുകൊണ്ട് ആരോഗ്യം സംബന്ധിച്ച് പഠിക്കലും നിർബന്ധമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വെറുതെ ആയില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ബറക്കല്ലാഹ്. അല്ലാഹു നമുക്ക് ആരോഗ്യവും ആഫിയത്തും തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇസ്രാ മിഅ്റാജിനെ സംബന്ധിച്ചുള്ള ചർച്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രം കാണുന്നുണ്ടോ? ഈ ലൈറ്റിൽ നക്ഷത്രം കാണാൻ പ്രയാസമായിരിക്കും. ഇരുട്ട് ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് നല്ല നക്ഷത്രങ്ങളെ കാണാം. ആകാശലോകത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര പോയ ഒരു വല്ലാത്ത അനുഭവം നമുക്കിവിടെ കാണാൻ കഴിയും. ഹബീബായ നബി തങ്ങളുടെ പരിശുദ്ധമായ ഇസ്രാ മിഅ്റാജ് നടന്ന ആകാശലോകങ്ങളിലേക്ക് പോകാനുള്ള ഒരു എയർപോർട്ട്. നമ്മുടെ ഭൂമിയിൽ സഞ്ചരിക്കാൻ ഒരുപാട് എയർപോർട്ടുകളുണ്ട്. എനിക്കൊരു 12 വയസ്സോ 13 വയസ്സോ ഉള്ള കാലത്ത് ഞാൻ ഇവിടെ എവിടെയോ അത് പറയാൻ വേണ്ടി വന്നിട്ടുണ്ട്. അന്ന് എൻ്റെ ഉപ്പ കൂടെ വരുമായിരുന്നു. അന്ന് ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ ഒന്ന് ബുദ്ധിമുട്ടായി പോകണ്ടെന്ന് വിചാരിച്ച് ഉപ്പ കൂടെ വരും. അച്ഛനമ്പലത്ത് PA മൗലവിൻ്റെ നാട്ടിൽ വേള് പറയാൻ വന്നപ്പോൾ എൻ്റെ ഉപ്പ എൻ്റെ കൂടെ വന്നിരുന്നു. ദാറുദയിൽ ചെറിയ ക്ലാസ്സിൽ പഠിക്കാൻ. അന്നൊക്കെ മലപ്പുറം ജില്ലയിൽ പോകുമ്പോൾ ഒരു 10, 25, 50, 100 കിട്ടിയാലായി ആണുങ്ങൾ. അതേസമയം കാസർഗോഡ് ജില്ലയിൽ 1000, 2000, 5000 ഒക്കെ ആളുകൾ അന്ന് വാതിന് കൂടാറുണ്ട്. ഞാൻ പറയും 1995, 6 കാലഘട്ടങ്ങളിലെ ആ ഒരു കാലഘട്ടം. ഹബീബായ നബി തങ്ങൾ ആകാശത്തേക്ക് യാത്ര പോകാൻ തിരഞ്ഞെടുത്ത ഒരു എയർപോർട്ടുണ്ട്. സ്പേസിലേക്ക് കടന്നു പോകാനുള്ള ഡോർവേ ടു സ്പേസ്. അത് മസ്ജിദുൽ അഖ്സയാണ്. അല്ലാഹു ആ പള്ളിയുടെ ഇസ്സത്തും ആ മസ്ജിദിന്റെ അഭിമാനവും അല്ലാഹു ഉമ്മത്തിന്റെ കരങ്ങളിലൂടെ കാലാകാലങ്ങളിൽ അല്ലാഹു ഉയർത്തിയ ഇസ്സത്തിലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ എല്ലാ തെളിമയിലും വളർച്ചയിലുമായി അല്ലാഹു എന്നും നിലനിർത്തി തരട്ടെ. ജൂതന്മാരുടെ അല്ലെങ്കിൽ സയനിസ്റ്റുകളുടെ കിരാതമർദ്ദനങ്ങളിൽ നിന്ന് സമൂഹത്തിന് അല്ലാഹു മോചനം നൽകട്ടെ. അല്ലാഹു ഇസ്സത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാ ജൂതന്മാരും പ്രശ്നക്കാരല്ല, അതിൽ സയനിസ്റ്റുകളാണ് പ്രശ്നക്കാർ. അവർക്ക് മതമൊന്നുമില്ല. അത് ഇന്ത്യയിലും അങ്ങനെയാണ്. ഹിന്ദുക്കൾ നല്ല മനുഷ്യരാണ്. ഹൈന്ദവ സഹോദരങ്ങൾ, ഹൈന്ദവ മതം പഠിച്ച ആളുകൾ വളരെ നല്ല മനുഷ്യരാണ്. അവരാണ് ഈ രാജ്യത്തിന്റെ മതേതരത്തിന്റെ കാവലാളുകൾ. അവരുടെ പേരിൽ തീവ്രവാദമായി അല്ലെങ്കിൽ തീവ്ര ചിന്താഗതികൾ വെച്ച് പുലർത്തുന്ന ചെറിയൊരു വിഭാഗമാണ്. അവർക്ക് ഒരു മതവുമായും അവര് വാദിക്കുന്ന മതവുമായിട്ട് പോലും ഒരു ബന്ധവുമില്ലെന്ന് എല്ലാവർക്കും അറിയാം. കാരണം അങ്ങനെ കൊലപാതകങ്ങളും പള്ളി പൊളിക്കലൊന്നും ഒരു മതവും ഇവിടെ പ്രചരിപ്പിക്കുന്നില്ല. അള്ളാഹു കാര്യങ്ങളെ മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. ഹബീബായ നബി തങ്ങളുടെ മുഅ്ജിസത്തുകൾ എന്ന് പറയുന്നത് പുണ്യനബി തങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണെന്ന് ബോധിപ്പിക്കുന്ന അടയാളങ്ങളാണ്. ഒരു മനുഷ്യൻ വന്നിട്ട് ഞാൻ അന റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹുവിന്റെ ദൂതരാണ് എന്ന് പറയുമ്പോൾ ആളുകൾ ചോദിക്കും, ഹാത്തിൽ ബുർഹാൻ, വേർ ഈസ് ദ പ്രൂഫ്? ആ തെളിവാണ് മുഅ്ജിസത്തുകൾ, മിറക്കിൾസ്. അങ്ങനെയുള്ള മുഅ്ജിസത്തുകളിലെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ് പരിശുദ്ധമായ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ മുഅ്ജിസത്തുകളുടെ മുഅ്ജിസത്താണ്. ഖുർആൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏതാണ്? അൽ ഇസ്റാ വൽ മിഅ്റാജ്. ഇസ്റാ മിഅ്റാജ്. എന്തുകൊണ്ടെന്നറിയോ? ഖുർആൻ കാലാകാലങ്ങളിൽ ജനങ്ങൾക്ക് ബുദ്ധിപരമായ ധൈഷണികമായ വിഭവങ്ങൾ നൽകുന്ന ഗ്രന്ഥമാണ്. ഇസ്ലാമിന്റെ പ്രത്യേകത, മുസനബി അലൈഹിസ്സലാമിന്റെ വടി പോലത്തെ ഒരു വടിയല്ല പുണ്യനബി നമ്മുടെ കയ്യിൽ തന്നേച്ചു പോയത്. ദാവൂദ് നബിക്ക് കിട്ടിയതുപോലെയുള്ള ഒരു താബൂത്തല്ല നമ്മുടെ കൈകളിൽ പുണ്യനബി തങ്ങൾ തന്നത്. അത് പിടിച്ചോളൂ എന്നല്ല, നമുക്ക് തന്നത് അള്ളാഹുവിന്റെ കലാമാണ്, ഒരു കിതാബാണ്, ഒരു ഗ്രന്ഥമാണ്. പഠിക്കാനുള്ള, അറിവിന്റെ ആഴങ്ങൾ അന്വേഷിക്കാനുള്ള അള്ളാഹുവിന്റെ ഫുർഖാനുൽ അദീം. നോക്കണം, അത് പഠിക്കുക. പഠിച്ച് 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 എത്ര പഠിച്ചാലും തീരാത്ത ആഴങ്ങളുള്ള അള്ളാഹുവിന്റെ ഗ്രന്ഥം. നമ്മൾ വെറുതെ ഏതെങ്കിലും ഒരു അത്ഭുതം കണ്ട് ഇസ്ലാം സ്വീകരിച്ചവരല്ല. നമ്മൾ ഇൽമിന്റെയും ഹിക്മത്തിന്റെയും ആളുകളാണ്.
തത്വജ്ഞാനത്തിന്റെയും അറിവിന്റെയും ശാസ്ത്രീയമായ ഗവേഷണങ്ങളുടെയും പിൻബലമുള്ള സംവിധാനമാണ് ഇസ്ലാം. വെറുതെ ആളുകൾ പറയില്ല പഠിച്ചവനില്ല എന്ന്, നമുക്ക് വലിയൊരു, അതൊക്കെ പണ്ട് പറയാൻ ഭയങ്കര പേടിയായിരുന്നു. ഇന്നൊരു ഉളുപ്പില്ലാതെ ചില ആളുകൾ അങ്ങനെ വിളിച്ചു പറയും. എന്നിട്ട് പറയും ഞങ്ങൾ ഭയങ്കര ശാസ്ത്രത്തിന്റെ ആളുകളാണ്. അപ്പോൾ എന്നെ ചങ്ങാതി, അതിന് ശാസ്ത്രം പോയിട്ട് പഠിക്കുക. ശാസ്ത്രം എന്ന് പറയുന്നത് കോസ് ആൻഡ് ഇഫക്ട്സ്. ഏതൊരു കാര്യം നടക്കണമെങ്കിലും അതിന്റെ പിന്നിൽ ഒരു കാരണം വേണം. ഇതിനാ സയൻസ് എന്ന് പറയാ. ദൈവന്മാരെന്താ പറയാ? പ്രപഞ്ചം ഉണ്ടായി. എങ്ങനെ? അങ്ങനെ ഉണ്ടായി. അത് ഉണ്ടാക്കിയ ആളുടെ ആവശ്യമൊന്നുമില്ല. ആ പറയുന്നത് സയൻസ് അല്ല. നിങ്ങൾ ആദ്യം സയൻസ് പറ. സയൻസ് എന്ന് പറയുന്നത് ഈച്ച് ആൻഡ് എവറി ഇഫക്ട്സ് ഷുഡ് ഹാവ് എ കോസ്, either simultaneous to it or preceding it. ആ ഒരു സംഭവം നടക്കുന്നതിന്റെ മുമ്പ് നടന്ന ഒരു കാരണം, അല്ലെങ്കിൽ ആ സംഭവം നടക്കുന്നതോടുകൂടെ നടക്കേണ്ട ഒരു കാരണം, ആരുണ്ടാക്കി, എവിടുന്ന് വന്നു എന്നതിന് ഉത്തരം പറയണം. അപ്പോഴേ സയൻസ് തന്നെ ആവുന്നുള്ളൂ. ഈ സയൻസ് എന്ന് ഇങ്ങനെ പറയുന്നല്ലാണ്ട് പറയുന്നത് മുഴുവൻ സയൻസിനോട് ഒരു ബന്ധമില്ലാത്ത, എന്നിട്ട് അവർ പറയാം ഞങ്ങൾ സയൻസിന്റെ ആളുകളാണ്. സുബ്ഹാന ജല്ല ഹാദാ ലഉംരി ഫിൽ ഖിയാസി ബദീഉ. ഈ പൊട്ടത്തരങ്ങൾ കേൾക്കാനാണ് കുറെ ആൾക്കാർ പിന്നാലെ കൂടുന്നത്. സയൻസ് പറയാന്ന് പറഞ്ഞാൽ ഒരു സാധനമുണ്ടെങ്കിൽ അതിന് കാരണം വേണം. ഈ സമാവാതു സബ്അ വൽ അർദൂൻ ഇതുണ്ടായതിന്റെ ഒരു പ്രൈം മൂവർ എന്ന് പറയുന്ന അൽ ഖാലിഖു സുബ്ഹാനഹു അൽ ബദീഉ സുബ്ഹാനഹു. ബിഗ് ബാങ് ഉണ്ടായി. ബിഗ് ബാങ് എങ്ങനെ ഉണ്ടായി? ആരുണ്ടാക്കി? ആ ചോദ്യത്തിന് ഉത്തരം പറ. ബിഗ് ബാങ് ഉണ്ടായപ്പോൾ പ്രപഞ്ചം ഉണ്ടായി. ഓക്കെ, അതൊരു തിയറിയാണ്. ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെന്റ് നമ്മളത് അംഗീകരിച്ചു കൊടുക്കാന്ന് വിചാരിക്കുക. എന്നാൽ ബിഗ് ബാങ്ങിന്റെ കാരണം എന്താണ്? അത് മാത്രം പറയൂല. ദാറ്റ്സ് അൺനോൺ. നമുക്കറിയില്ല. പൊന്നു ചങ്ങാതിയെ, അറിയാത്തത് പഠിപ്പിച്ചു തരാൻ അമ്പിയാക്കന്മാർ വന്നത്. അത് പഠിപ്പിച്ചു തരാൻ ആ മനുഷ്യൻ അല്ലാഹു റീസണിങ് തന്നിട്ടുള്ളത്. ബുദ്ധി, കാര്യകാരണങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്. അത്രയും എളുപ്പമാണ് അൽ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ. അത് ആളുകൾ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് വളരെ സിമ്പിളാണ്. അല്ലാഹു ഏകനാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്. അല്ലാഹ് ഏകനാണ്. ഒരേ ഒരുത്തിനെ പറ്റൂ. എന്തേ? ഒരു നാടിന് രണ്ട് രാജാക്കന്മാരെ പറ്റൂല. ഒരു രാജ്യത്തിന് എന്തിന് രണ്ട് പ്രസിഡന്റ്? ഒരാളല്ലേ ഉണ്ടാവുള്ളൂ. വൈസ് പ്രസിഡന്റുമാരായിക്കോട്ടെ. പ്രസിഡന്റ് ഒന്നല്ലേ പറ്റൂ, രാജാവ് ഒന്നല്ലേ പറ്റൂ. സർവ്വ കഴിവുമുള്ള ഒരാൾ, സർവ്വ കഴിവുള്ള രണ്ടാൾ, അങ്ങനെ ഉണ്ടാവും. അപ്പൊ രണ്ടിൽ ഒരാൾ ഡിഫീറ്റ് ആവൂലേ? ഒരാൾ പറയുന്നു ഇപ്പൊ സൂര്യൻ ഉദിക്കണം, മറ്റോ നല്ല ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉദിച്ചാൽ മതി. ഏതെങ്കിലും ഒരാൾ പറഞ്ഞത് നടക്കുകയാണെങ്കിൽ ആ നടക്കാതെ പോയവൻ പിന്നെ പടച്ചോനല്ലാതായി മാറൂലേ? വളരെ സിമ്പിളാണ്. ഒന്നേ ഉള്ളൂ. ഇത് മനസ്സിലാക്കാൻ ഒരു കുട്ടിക്കും മനസ്സിലാക്കാൻ പ്രയാസമില്ല. ആ തൗഹീദ് ഹബീബായ നബി ലോകത്തോട് പറയുമ്പോൾ അത് മക്കയിൽ വെച്ച് തന്നെ പറയണം എന്ന് അള്ളാഹുവിന് തീരുമാനമുണ്ട്. അതിനാ ഹബീബിനെ ഖുറൈശിലേക്ക് അള്ളാഹു നിയോഗിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടെന്നറിയോ? ഖുറൈശികൾ മക്കക്കാരുടെ പ്രമാണിമാരാ. لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അവർ യാത്ര പോകുമ്പോൾ, ശൈത്യകാലത്ത് യമനിലേക്കും ഉഷ്ണകാലത്ത് സിറിയയിലേക്കും ഫലസ്തീനിലേക്കും യാത്ര പോകുമ്പോൾ ഖുറൈശികളുടെ യാത്രാ സംഘങ്ങളെ ആരും തൊടാതെ, ആക്രമിക്കാതെ, ഭീഷണിപ്പെടുത്താതെ, ആംബുഷ് ചെയ്യാതെ സുരക്ഷിതമായി അവരുടെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ദീനാർ ദിർഹമിന്റെ കച്ചവട സാധനങ്ങളുമായി വരുമ്പോൾ ഒരു കൊള്ള സംഘവും ഖുറൈശികളുടെ കച്ചവട സംഘത്തെ കണ്ണുവെക്കില്ല. എന്തുകൊണ്ട്? ഹും സദനതു ബൈത്തില്ലാഹ്, അവർ അല്ലാഹുവിന്റെ വീടിന്റെ ആളുകളാണ്, കഅബാലയത്തിന്റെ. എങ്ങാനും ആരെങ്കിലും ഖുറൈശികളെ തൊട്ട് കഴിഞ്ഞാൽ ആ തൊടുന്നവരോ അവരുടെ കുടുംബക്കാരോ എന്നെങ്കിലും കഅബ കാണാൻ മക്കയിൽ വന്നിരിക്കും. അവിടെ വെച്ച് ഖുറൈശികൾ പകരം വീട്ടും. അതുകൊണ്ട് പേടിച്ചിട്ടും ഖുറൈശികളെ തൊടൂല. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ ഒരേ ഒരുത്തനാണ്, ആ പടച്ചവൻ. കണ്ണുകൾക്ക് ഈ ലോകത്ത് കാണപ്പെടാത്തവനാണ്, കണ്ണുകളെ പടച്ചവനാണ്, എന്നാൽ കണ്ണുകൾക്ക് അതീതനാണ്. ലാ തുദ്രികുഹുൽ അബ്സാർ,
വഹുവ യുദ്രികുൽ അബ്സാറ വഹുവൽ ലതീഫുൽ ഖബീർ. കണ്ണുകൾക്ക് കാഴ്ച നൽകിയത് അവനാണ്. കണ്ണുകളുടെ കാഴ്ചയെ എടുത്തു കളയാൻ കഴിയുന്നവനും അവൻ തന്നെയാണ്. കാണാത്തതിനെ കാണിച്ചു കൊടുക്കാനും കണ്ടതിനെ കാണാതെയാക്കാനും കഴിയുന്ന ലത്തീഫും ഖബീറുമായ അല്ലാഹുവാണ്. ഈ ലോകത്ത് കണ്ണുകളെ കൊണ്ടവന് ഗോചരീഭവിക്കുന്നവനല്ല. ആ റബ്ബിനെയാണ് ആരാധിക്കേണ്ടത്. കഅബാലയത്തിന്റെ ഉള്ളിലും പുറത്തും കിടക്കുന്ന 360 ബിംബങ്ങൾ അവകൾ ദൈവങ്ങളല്ല എന്ന പ്രഖ്യാപനം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം ഖുറൈശികളോടല്ലാതെ ജസീറത്തുൽ അറബിലെ ഏതെങ്കിലും മഹ്സായിലെയോ തിഹാമയിലെയോ യമാമയിലെയോ യമനിലെയോ ജോർഡാനിലെയോ ഫലസ്തീനിലെയോ അറബികളോട് പോയി പറഞ്ഞാൽ ഖുറൈശികൾക്ക് തോന്നൽ വരും, അത് ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങൾ എലീറ്റുകളാണ്, ഞങ്ങൾ നേതാക്കളല്ലേ, ഞങ്ങളെ ഭരിക്കാൻ നിയമമോ? അതുകൊണ്ട് നബിയേ, ഖുറൈശികൾ പോലും അല്ലാഹുവിന്റെ നിയമത്തിന് അതീതരല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ആരെയും സുഖിപ്പിക്കാൻ പറയുന്ന സന്ദേശമല്ല. അതുകൊണ്ട് ഖുറൈശികളും നിയമത്തിന് പുറത്തല്ല. ആദ്യമായി പറയേണ്ടത് ഖുറൈശികളോട് തന്നെയാണ് നബിയെ. ഇത് ആരുടെയും മുഖസ്തുതിക്ക് പറയാനുള്ള വാക്കല്ല എന്നതുകൊണ്ടാണ് ഫസ്ദഅ ബിമാ തുഅ്മർ, അങ്ങയോട് പറയപ്പെടുന്ന ഈ ദൗത്യം ഉറക്കെ പറഞ്ഞോളൂ നബിയെ എന്ന് അള്ളാഹുവിന്റെ ഹബീബിന് ആഹ്വാനമുണ്ടാകുന്നതും കഅബാലയത്തിന്റെ മുമ്പിൽ സഫയിൽ നിന്നുകൊണ്ട് നബി തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അങ്ങനെ ഒരു ധൈര്യപ്പെടൽ പുണ്യനബിയോട് അല്ലാഹു നിർദ്ദേശിച്ചത്. ഈ ഖുറൈശികൾക്ക് ഇത് ബോധ്യപ്പെട്ടാൽ പരിസരത്തുള്ള എല്ലാ രാജ്യക്കാർക്കും അത് ബോധ്യപ്പെടാൻ എളുപ്പമാണ്. എന്നാൽ പരിസര രാജ്യക്കാർക്ക് മുഴുവൻ ബോധ്യപ്പെട്ടാലും ഖുറൈശികൾ അംഗീകരിക്കണമെന്നില്ല. അതുകൊണ്ട് ഖുറൈശികളുടെ ധിക്കാരമോ അവര് മുഖം തിരിഞ്ഞിരിക്കുമെന്നോ അവരക്രമിക്കുമെന്നോ പേടിക്കാതെ അവരുടെ ചെകിടത്ത് തന്നെ പോയി പറഞ്ഞു തുടങ്ങണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ടാണ് പുണ്യനബിയെ മക്കയിലേക്ക് അല്ലാഹു അയക്കുന്നത്. റസൂലുള്ളാഹി തങ്ങളുടെ പ്രഖ്യാപനം മക്കയിൽ ആരംഭിക്കാൻ കാരണം അതാണ്. ആരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തത്വത്തിന് അതീതരല്ല ഖുറൈശികളാണെങ്കിലും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് നാവുകൊണ്ട് ചൊല്ലുന്ന വെറുമൊരു ദിക്റായിരുന്നെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ജീവിതത്തിൽ ഒരു ഇംപാക്റ്റും ഇല്ല എങ്കിൽ ഖുറൈശികൾ ഇത് പറയാൻ തയ്യാറാകുമായിരുന്നു. അവർക്ക് എന്ത് പ്രയാസമുണ്ട്? പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതോടുകൂടെ അധികാരം അല്ലാഹുവിനാണ്. അവൻ പറഞ്ഞതുപോലെ ജീവിക്കേണ്ടി വരും. മനുഷ്യരെല്ലാവരും ഒരു ചീർപ്പിന്റെ പല്ല് പോലെ തുല്യരാണ് എന്ന ഏകത്വത്തിന്റെയും സമത്വത്തിന്റെയും പ്രഖ്യാപനമാണിത്. അള്ളാഹുവിന്റെ മുമ്പിൽ ചെയ്യുന്ന അടിമത്തമാണിത്. അതിന് ഞങ്ങളെ കിട്ടില്ല എന്ന് ഖുറൈശികൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഹബീബിനെ അവർ കൊല്ലാൻ നോക്കിയത്. 11 തവണ നബിക്കെതിരെ മർഡർ അറ്റംപ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്, വധശ്രമങ്ങള് 11 തവണ. ആ ശ്രമങ്ങളെല്ലാം ഉണ്ടായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കേവലം ഒരു വചനമായി ആണ് എന്നതുകൊണ്ടല്ല. കേവല വചനമായിരുന്നെങ്കിൽ ഖുറൈശികൾക്ക് എന്ത് പ്രയാസം? അത് പറഞ്ഞ പോരെ. അല്ല, ഇതൊരു ജീവിത സംവിധാനമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു അച്ചടക്കമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു ഡിസിപ്ലിനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു സബ്മിഷനാണ്. ഇത് ഖുറൈശികൾക്കറിയാം. അതുകൊണ്ടാണ് ഖുറൈശികൾ ഹബീബായ നബി തങ്ങൾക്കെതിരെ തിരിഞ്ഞത്. അവരുടെ കൺമുമ്പിൽ ജനിച്ചു വളർന്ന തറവാടിയല്ലേ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഒരു ബനൂ ബക്കർ ആണോ? തങ്ങൾ ബനൂ തമീമിയിൽപ്പെട്ട ആളാണോ? മഖ്സൂമിയാണോ? തങ്ങൾ ഹാഷിമിയല്ലേ? തങ്ങൾ ഖുറൈശിയല്ലേ? ആ നാട്ടിലെ ഏറ്റവും നല്ല പ്രമാണി. എന്നിട്ട് പോലും ഹബീബിനെ ഉപദ്രവിക്കാൻ അവർ മുന്നോട്ട് വന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം കൊണ്ട് ഉണ്ടായേക്കാവുന്ന ജീവിതത്തിന്റെ പരിവർത്തനങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ്. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരും സത്യത്തിന് അതീതരല്ല. സത്യമാണ് വിജയിക്കേണ്ടത്. സത്യമേവ ജയതേ. സത്യമാണ് വിജയിക്കേണ്ടത്. സത്യത്തിന് മാത്രമേ വിജയമുള്ളൂ. സത്യമാണ് വിജയിക്കേണ്ടത്. ധർമ്മമാണ് വിജയിക്കേണ്ടത്, മനുഷ്യന്റെ കയ്യൂക്കല്ല. നീതിയാണ് വിജയിക്കേണ്ടത്, തറവാടിത്വമല്ല. നന്മയാണ് വിജയിക്കേണ്ടത്, ആളുകളുടെ ഹുങ്കല്ല എന്ന് പഠിപ്പിക്കുകയാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
പുണ്യനിബിതങ്ങൾ പോലും തങ്ങൾ അള്ളാന്റെ റസൂലാണെന്ന് വിശ്വസിക്കൽ തങ്ങൾക്ക് നിർബന്ധമായിരുന്നു. ഹബീബായ മുഹമ്മദ് നിബിതങ്ങൾ തങ്ങൾ വിശ്വസിക്കണം ഞാൻ അള്ളാന്റെ റസൂലാണെന്ന്. അതുകൊണ്ട് നമ്മളൊക്കെ അത്തഹിയാത്ത് ഓതുമ്പോ ഹബീബാ നിബിതങ്ങളും അത്തഹിയാത്തിൽ പറയൂ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്തൊരു അത്ഭുതമല്ലേ! തങ്ങളുടെ അത്തഹിയാത്തിൽ തങ്ങൾ പറയണം ഞാൻ അള്ളാന്റെ റസൂലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോഴേ തങ്ങളുടെ അത്തഹിയാത്ത് സ്വീകരിക്കപ്പെടൂ, അപ്പോഴേ തങ്ങളുടെ നിസ്കാരം സ്വീകരിക്കപ്പെടുന്നുള്ളൂ. തങ്ങളും ലാ ഇലാഹ ഇല്ലല്ലാഹും മുഹമ്മദുർ റസൂലുള്ളാഹിയും ഈമാൻ ഉൾക്കൊള്ളണം. നോക്കണേ, അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു വിശാലത നോക്കണേ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വസിക്കണം ഞാൻ അള്ളാഹിന്റെ റസൂലാണെന്ന്. തങ്ങൾക്കതറിയാം. ആ ഒരു സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തങ്ങൾക്ക് രണ്ട് അഭയം വേണം. ഒന്ന്, നിബിതങ്ങൾക്ക് അൽ അംനു ദാഖിലി, ഇന്റീരിയർ അഫയേഴ്സ്, വീടിന്റെ ഉള്ളിൽ സമാധാനം വേണം, വീടിന്റെ പുറത്ത് സമാധാനം വേണം. ആ സമാധാനമുണ്ടെങ്കിലേ ദഅവത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. പുരുഷന്മാർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങേണ്ടവരാണ്, അവര് പൊതുസമൂഹത്തിൽ ഇറങ്ങേണ്ടവരാണ്. മൊബൈൽ ഫോണിൽ കളിച്ചിരിക്കാനുള്ളവരല്ല, വീഡിയോകൾ കണ്ട് റീലുകൾ കണ്ട് സമയം കളയേണ്ടവരല്ല നമ്മള്. നമുക്കൊരുപാട് ദൗത്യമുണ്ട്. പുറത്തേക്ക് ഇറങ്ങ്. ഈ ലോകം മുഴുവനും ഇബാദത്തിന്റെ സാധ്യതകളാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടേണ്ട കർമ്മങ്ങൾ ചെയ്യേണ്ടവരാ പുരുഷന്മാർ. പെണ്ണുങ്ങളും അങ്ങനെയാ, പക്ഷെ അവർക്ക് പരിമിതികളുണ്ട്. അവർക്ക് ചില പരിമിതികളുണ്ട് അള്ളാഹു നിശ്ചയിച്ചത്. ഇതൊന്നും ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് കാര്യമില്ല. ആണ് ആണാണ്, പെണ്ണ് പെണ്ണാണ്. ഡൊണാൾഡ് ട്രംപ് വന്ന് മൂപ്പര് എന്തൊക്കെ ചെയ്തു കൂട്ടാൻ നമുക്കറിയില്ല, പക്ഷെ ഒരു നല്ല കാര്യം ചെയ്ത് എനിക്ക് അംഗീകരിക്കേണ്ടി വരും. എന്താ? അദ്ദേഹം പറഞ്ഞു, 2 ജെൻഡറേ ലോകത്തുള്ളൂ, മെയിൽ ആൻഡ് ഫീമെയിൽ. ട്രാൻസ്ജെൻഡറിന്റെ പരിപാടി ഒച്ചപ്പാടുണ്ടാക്കി വരാൻ നിൽക്കേണ്ട, ഒരൊറ്റ കുട്ടിക്ക് ഒരു ആനുകൂല്യം തരൂല. ട്രംപിന്റെ ഒരു ചില നല്ല കാര്യം മൂപ്പര് പലതും വിളിച്ചു പറയും, പക്ഷെ അയാൾ ജനിച്ചിട്ട് ഇതുവരെ, അയാൾ പറഞ്ഞ വിഷയമാണ് ഒരു ഇന്റർവ്യൂവിൽ, ഇതുവരെ ഒരു മുറുക്ക് കള്ളു കുടിച്ചിട്ടില്ല, ജീവിതത്തിൽ സിഗരറ്റ് വലിച്ചിട്ടില്ല അദ്ദേഹം പറയാം. എനിക്ക് എൻ്റെ ഒരു സഹോദരനുണ്ട്, അയാളുടെ പേര് ഫ്രെഡ് എന്ന, എൻ്റെ ജ്യേഷ്ഠൻ, നല്ല മനുഷ്യ, ഹി വാസ് എ വെരി ഗുഡ് ബ്രദർ, പക്ഷെ കള്ളുകുടിയനാണ്, കുടിച്ച് ജീവിതം തകർന്നു. എന്നോട് പറയും, ഡൊണാൾഡ് നീ കുടിക്കരുത് കേട്ടോ, ജ്യേഷ്ഠന്റെ ഉപദേശം. ട്രംപ് സ്കൂളിൽ പോകുന്നൊരു മോനുണ്ട്, 8 വയസ്സുള്ള മോനോട് പറയുന്നുണ്ട്, സൺ നെവർ ഡ്രിങ്ക് ഇൻ യുവർ ലൈഫ്, ആൽക്കഹോളോ മദ്യമോ ലഹരിയോ നിന്റെ വായിലൂടെ കടക്കരുത്, നിന്റെ ജീവിതത്തിൽ സ്മോക്ക് ചെയ്യരുത്, കുട്ടിയോട് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അദ്ദേഹത്തിന് ചില നന്മകളുണ്ട്, ആ നന്മകളിൽ നമുക്ക് പറ്റുന്നെടുക്കാം. നന്മയെ നന്മയായിട്ട് നമ്മൾ അംഗീകരിക്കണം, അല്ലേ? അദ്ദേഹം കൊണ്ടുവന്ന ആദ്യത്തെ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം അതാ, ആണും പെണ്ണേ ഇവിടെ ഉള്ളൂ. ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞൊരു ജെൻഡർ ഉണ്ടാക്കണ്ട. കാരണം അൽഹഖിൽ മാലവി ബിൽ മബാൽ, മനുഷ്യന്റെ മബാലുകൾ ഒന്നുകിൽ ദഖറാണ് അല്ലെങ്കിൽ ഉൻസയാണ്, ആണും പെണ്ണേ ഉള്ളൂ. വെറുതെ കോലം കെട്ടണ്ട. കാരണം അങ്ങനെ ഒരു ട്രെൻഡ് വല്ലാതെ ലോകത്ത് പ്രചരിച്ചു കഴിഞ്ഞു. റെയിൻബോ എന്ന് പറയുന്ന സംഭവം എത്ര കുട്ടികൾക്ക് എന്തൊരു ഇഷ്ടമുള്ള സംഗതിയായിരുന്നു അത്. ഇപ്പൊ റെയിൻബോ വരക്കാൻ പറ്റുമോ? റെയിൻബോ അറിയില്ലേ, നമ്മുടെ മഴവില്ലിന്റെ ആ 7 നിറങ്ങൾ വെച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ ചിത്രം വരക്കും. ഇപ്പൊ ആ ചിത്രം വെച്ചാൽ നീ എന്താ ട്രാൻസ്ജെൻഡർ ആണോ എന്ന് ചോദിക്കും, നപുംസകാണോ എന്ന്. എന്താ അവരുടെ ചിഹ്നമായി മാറിയിട്ടുണ്ടല്ലോ അത്, ആർക്കറിയാം. എന്തൊരു ബുദ്ധിമുട്ട്. റെയിൻബോ എന്ന് പറഞ്ഞ സംഭവം ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിലൊക്കെ അങ്ങനെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടോ എനിക്ക് അറിയില്ല, നമ്മൾ ഉൾക്കൊള്ളാറുണ്ടോ? കൈയും പിടിച്ച് കോർത്ത്, ഒരു ആണും കൈ പിടിച്ച് കോർത്ത് നടന്നാൽ ഭയങ്കര പ്രശ്നമല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനൊരു സ്ഥലത്ത് യാത്ര ചെയ്യുക, വേറെ കൺട്രിയിൽ യാത്ര ചെയ്തു. അപ്പോൾ എൻ്റെ കൂടല്ലാടെ കൈ പിടിച്ച് നടക്കുമ്പോൾ ഒരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കൈ അങ്ങ് വിട്ടേക്കിട്ടോ, 2 ആണുങ്ങൾ കൈ പിടിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ പലതും അവർ ആലോചിക്കുമെന്ന്. സുബ്ഹാനല്ലാഹ്, നോക്കണേ. അപ്പൊ കൈ വിട്ട് നടക്കണം. ആണും കല്യാണം കഴിച്ചാലാണല്ലോ അങ്ങനെ നടക്കുക. നമ്മുടെ നാട്ടിൽ വല്ല കഥയുണ്ടോ? നമ്മൾ കൈ പിടിച്ചങ്ങനെ നടന്നു പോവില്ലേ? എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ദുബൈയിലെ ഒരു ബ്രിട്ടീഷ് സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോഴേ എൻ്റെ ഒരു കൊളീഗ് ഉണ്ട്, ഞാനും അയാളും കൈ പിടിച്ച് ഇങ്ങനെ സ്കൂളിലേക്ക് അസംബ്ലി കഴിഞ്ഞ് കിടക്കുമ്പോൾ ബാക്കിൽ നിന്ന് കുട്ടികൾ ചിരിക്കുന്നുണ്ട്. അപ്പം ഞാനന്ന് ജോയിൻ ചെയ്ത സമയമാണ്. അപ്പം എനിക്ക് വലിയ പിടുത്തം കിട്ടിയില്ല എന്താ ഇവർ ചിരിക്കാൻ കാരണം എന്ന്. ഹൈസ്കൂളിലെ കുട്ടികളാണ്. അപ്പോഴെന്നോട് അദ്ദേഹം സയൻസ് ലാബ് അറ്റൻഡറാണ്, ഡോക്ടർ അനസ് എന്ന് പറയും. അപ്പം അദ്ദേഹം പറഞ്ഞു, മിസ്റ്റർ ഹക്ക്,
അവരെന്താ പറയണമെങ്കിൽ മനസ്സിലായെന്ന് ചോദിച്ചാൽ ഇല്ലല്ല, നമ്മൾ കൈ വെൻ വി ഹോൾഡ് അവർ ഹാൻഡ്സ് ടുഗദർ, അവർ പറയും നമ്മൾ ഗെയ്സ് ആണെന്ന് വിചാരിക്കും. സുബ്ഹാനല്ലാഹ്. പെണ്ണും പെണ്ണും കൈ പിടിച്ച് നടക്കാൻ പറ്റൂലല്ലോ. അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോഴത്തെ നിയമം. അള്ളാഹു ആര് കൊണ്ടുവന്ന നിയമം എന്നറിയില്ല. അപ്പോൾ ട്രംപ് കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രഖ്യാപനം എനിക്കത് ഇഷ്ടമായി. അങ്ങനെ നല്ല ബുദ്ധി ആൾക്ക് തോന്നിയല്ലോ. ഇവിടെ ആണും പെണ്ണേ ഉള്ളൂ, മൂന്നാമത്തെ ഒരു ജെൻഡർ ഇല്ല. ആണെന്നെങ്കിൽ ആണ്, അല്ലെങ്കിൽ പെണ്ണ്, അതന്നെ ഇരിക്കട്ടെ. എന്തിനാ നമ്മളത് പറയാൻ കാരണം? എന്തായിരുന്നു നമ്മളത് പറയാൻ കാരണം? പുരുഷന്മാരും പെണ്ണുങ്ങളും ഒരുപോലെയല്ല. ആണുങ്ങൾ പുറത്തിറങ്ങി നടന്ന് ജോലി ചെയ്യേണ്ട ആൾ. അതുകൊണ്ടാണ് ഒരു നബിയും ഒരു പെണ്ണായി വരാതിരിക്കാൻ കാരണം. ആണുങ്ങൾ പുറത്തിറങ്ങി നടക്കണം, പെണ്ണുങ്ങൾക്കത് കഴിയില്ല. അവരുടെ സൈക്കോളജിക്കൽ ഫിസിക്കൽ റിക്വയർമെന്റുകൾ മറ്റൊരു തരത്തിലാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. പെണ്ണിനെ പോലെ ആണിനാവാൻ പറ്റൂല, ആണിനെ പോലെ പെണ്ണിനുമാവാൻ പറ്റില്ല. അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ തങ്ങൾ പറഞ്ഞു, ആണ് പെണ്ണാവുകയും പെണ്ണ് ആൺകോലം കെട്ടുകയും ചെയ്യുന്ന ഒരു കാലം അന്ത്യനാളിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണേണ്ടി വരും. ഫൽഅനൂഹും ഫഇന്നഹും മൽഊനൂൻ. അവരെ നിങ്ങൾ ശപിക്കണേ, അവർ ശപിക്കപ്പെട്ടവരാണ്. അവൻ ഒന്നാം തരം ആണാണ്, അവനറിയാം. പക്ഷെ അവന്റെ ടെസ്റ്റൊക്കെ പൊന്തിയിട്ടാണ്. അത് മറച്ചു പിടിച്ച് അമർത്തി പിടിച്ച് കൊണ്ടുനടക്കണ്ടാവാനോ. ഓൻ ഉഷാറായിട്ട് പ്രൊജക്ട് ചെയ്തിട്ട് സാരി ചുറ്റി നടക്കുക. അതൊരു ഐബല്ലേ? ഒരു മനുഷ്യന് കയ്യും കാലും ഇല്ലാത്ത എന്തെല്ലാം പ്രയാസങ്ങൾ വരുന്നുണ്ട്. കണ്ണില്ലാതെ, മൂക്കില്ലാതെ, തലയിൽ മുടിയില്ലാതെ, മുച്ചിറിയായിട്ട് ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ ജനിക്കുന്നില്ലേ? ആ ഒരു ജന്മവൈകല്യം എന്ന് പറയുന്ന റബ്ബ് തരുന്ന പരീക്ഷണത്തെ മറച്ചു പിടിക്കുകയല്ലേ ചെയ്യുക? അതിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യലാണോ? ഇതാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രശ്നം. എന്നിട്ട് പിരിവേറ്റ് നടക്കുക, ട്രെയിനിലും ബസ്സിലും റോഡിലും സൈഡിലും തോണ്ടി നടക്കുക. പെണ്ണിന്റെ കോലം കെട്ടി നടക്കുന്ന ആണുങ്ങൾ, ഒന്നാം തരം ആണുങ്ങൾ. പക്ഷെ പെണ്ണിന്റെ കോലം, ആണിന്റെ കോലം കെട്ടി നടക്കുന്ന പെണ്ണുങ്ങളും ഇതൊരു സംസ്കാരമായി, അവർക്ക് സംഘടനകളായി. മുസ്ലിമീങ്ങളോട് ഞാൻ പറയാം, ഇത് പല ജാതിക്കാരുണ്ടാവും ഈ കോലം കെട്ടുന്നവർ. മുസ്ലിം ഉമ്മത്തിനോടാണ് ഞാൻ പറയണത്, നിങ്ങളത് ചെയ്യരുത്. ഇത് അള്ളാഹു നൽകുന്ന പരീക്ഷണമാണ്. അതുകൊണ്ടൊരു പെണ്ണായി കോലം കെട്ടിയ ഒരാണിനെ ഒരു മുസ്ലിമിന് കല്യാണം കഴിക്കാൻ പാടുള്ളതും അല്ല. അങ്ങനെ ഒരു കല്യാണം ഇല്ല. തോന്നിവാസല്ലേ അത്? ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം ചെയ്തിട്ടുള്ള സൊഡോമി എന്ന് പറയുന്ന, ലിവാത്ത് എന്ന് പറയുന്ന, അലി റളിയല്ലാഹു അൻഹു ചെയ്യുന്ന ആണിനെയും ചെയ്യപ്പെടുന്ന ആണിനെയും ചുട്ടുകൊല്ലണം എന്ന് പറഞ്ഞിട്ടുള്ള ശിക്ഷയുള്ള കുറ്റമാണത്. അതൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റികളാണ്. എത്ര ഫോളോവേഴ്സ് അറിയാം നമ്മളെ മാപ്പിളാര്? ഭയങ്കര ഫോളോവേഴ്സാണ്. അവരൊക്കെ പറയണത് കേൾക്കാനും അതിനൊക്കെ കോലം കെട്ടാൻ. ഓ, എൻ്റെ സാരി നല്ല ഉഷാറുണ്ടടി. ആരാ ഇടി എന്ന് പറയണത്? ഓനാണ്, ആണാണത്. അതൊന്നും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. നമ്മൾ ചെയ്യേണ്ട, വേറെ ആരോ ചെയ്യുന്നവർ ചെയ്തോട്ടെ, നമ്മളത് ചെയ്യേണ്ടവരല്ല. ഇസ്ലാം മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ മതമാണ്. ആ മൂല്യത്തെ കളഞ്ഞു കുളിക്കാൻ ആരും ശ്രമിച്ചിട്ടും കാര്യമില്ല. അള്ളാഹു അത് നിലർത്തിത്തരും. രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന നമ്മുടെ ചാനലുകളിൽ ചർച്ചയ്ക്കിരിക്കുന്ന ചെറുപ്പക്കാരൻ, ബോച്ചയുടെ കഥയുടെ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ചർച്ച വന്നല്ലോ. പെണ്ണുങ്ങളും അവരുടെ വസ്ത്രവിധാനത്തെ അവരും ഒരു സോഷ്യൽ വിചാരണയ്ക്ക് വിധേയപ്പെടണം. പക്ഷെ ആ സാധുവിന് പറയാൻ പരിമിതിയുണ്ട്. അവതാരകന്മാർ അതിലും വലിയ ആവേശത്തിൽ. അതിനെന്താ കുഴപ്പം? എവിടെയാ മുപ്പത്തേര് മറക്കാത്തത്? മറക്കാൻ പാടില്ലാത്തതെന്തെങ്കിലും കാണിച്ചോ? ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ മുസ്ലിമിന് മറുപടി പറയാൻ പറ്റും. എന്തേ? ഒരു പെണ്ണിന്റെ വസ്ത്രധാരണങ്ങളിൽ അവൾ ശരീരം മുഴുവൻ മറച്ചാൽ പോലും ശരീരത്തിന്റെ അവയവങ്ങളെ കാണിക്കുന്നതും ശരീരത്തിന്റെ തൊലി നിറം റിവീൽ ചെയ്യുന്നതുമായ വസ്ത്രം ഒരു പെണ്ണിന് ധരിക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം. രാഹുൽ ഈശ്വറിന് ഇപ്പം മസല എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റൂലല്ലോ. അദ്ദേഹത്തിന്റെ പരിമിതികളുണ്ട്. അദ്ദേഹം പറഞ്ഞു സഭ്യത വേണം. അത് പറയുമ്പോൾ അതിന്റെ മാനദണ്ഡം എന്താ? ചോദ്യം അതൊക്കെ ആക്കി ഡിഫൈൻ ചെയ്യാൻ പറ്റൂ. ആണും പെണ്ണും എന്ന് പറയുന്നത് ഇത് മെഷീനല്ലല്ലോ, ബോധമുള്ള രണ്ട് എൻറ്റിറ്റികളല്ലേ. വൈകാരികമായ ചിന്തകൾ മനുഷ്യന് വരൂലേ? അവരുടെ സ്വന്തം വീടുകളിലെ അവരുടെ പെങ്ങളും ആങ്ങളെയും ഉമ്മയും അവർ മറക്കേണ്ട സ്ഥലം മാത്രം മറച്ച് ബാക്കിയൊക്കെ കാണിച്ചു നടന്നാൽ ഇവന്മാര് പറയോ അവര് സഭ്യതയുള്ള വസ്ത്രമാണ് ധരിച്ചതെന്ന്? ഒരു രേഖയുണ്ട് മനുഷ്യന്റെ മനസ്സിലും ചിന്തയിലും മനുഷ്യന്റെ പെർസെപ്ഷനിലും. അത് ആണും പെണ്ണും മനസ്സിലാക്കണം.
പക്ഷെ അങ്ങനെ ഒരാൾ വസ്ത്രവിധാനം മോശമായി ചെയ്തതിന്റെ പേരിൽ ഒരാണും നോക്കരുതെന്നാണ് ശരീഅത്തിന്റെ ഭാഷ്യം. ഖുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം, സത്യവിശ്വാസികൾ കണ്ണു ചിമ്മണം, പെണ്ണുങ്ങളും കണ്ണു ചിമ്മണം, അരുതാത്തത് നോക്കരുത്. പക്ഷേ മനുഷ്യൻ നോക്കിപ്പോകാൻ ഇടയുള്ള സ്ഥലമാണ്, അതുകൊണ്ടാണ് ഖുർആൻ കണ്ണു ചിമ്മണം എന്ന് പറയാൻ കാരണം. അങ്ങനെ ഒരു ആത്മീയ ബോധമൊന്നും എല്ലാ മനുഷ്യർക്കും എപ്പോഴും ഉണ്ടാവണമെന്നില്ലല്ലോ. അതുകൊണ്ട് പെണ്ണുങ്ങൾ സഭ്യമായ വസ്ത്രമാണ് ധരിക്കേണ്ടത് എന്ന് ഇസ്ലാമിന് പറയാൻ കഴിയും. അതിന് കൃത്യമായ മാനദണ്ഡങ്ങളുമുണ്ട്. സെക്കുലർ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അതിനൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പലർക്കും പറ്റും. അവരെയൊന്നും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന വിധം ഒരു ഡെഫിനിഷൻ ഒരു പക്ഷേ അവരുടെ പരിസരത്ത് നിന്നുകൊണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റിയിരിക്കണമെന്നില്ല. പക്ഷേ രാഹുൽ ഈശ്വറിന്റെ ആ ഒരു ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അങ്ങനെയെങ്കിലും നമ്മുടെ ചാനലിൽ കയറൊന്ന് പറഞ്ഞല്ലോ, സഭ്യത വേണം, എല്ലാവർക്കും വേണം. അത് ബോച്ച പറഞ്ഞതാണെങ്കിൽ വാക്കുകൾക്ക് വേണം. ഒരു പെണ്ണിൻ്റെതാണെങ്കിൽ നടിയാണെങ്കിലോ അല്ലെങ്കിലോ അവർക്കും സഭ്യത പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇറങ്ങുമ്പോൾ വസ്ത്രവിധാനങ്ങളിൽ മാന്യത വേണം എന്ന് പറയാൻ ഇസ്ലാമിന് അവകാശമുണ്ട്. ഇവിടെ ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാടുകളുമുണ്ട്. ഞാൻ പറയുന്നത് ആണും പെണ്ണും എന്ന് പറയുന്ന രണ്ട് സംവിധാനങ്ങൾക്കും രണ്ട് തലത്തിലുള്ള ജോലിയാണ് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തത്. അതുകൊണ്ടൊരു പ്രവാചകന്റെ ജോലി ഒരു പെണ്ണിന് എളുപ്പമായിരുന്നില്ല. അതുകൊണ്ടാണ് ഒരു നബിയും ഒരു പെണ്ണായി വരാതിരിക്കാൻ കാരണം. പുരുഷന്മാർ പുറത്തിറങ്ങി ദഅവത്ത് ചെയ്യുന്നവരാണ്, പ്രവാചകന്മാർ.